ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JhillMill. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വാൾ ഡെക്കറോ ആയിട്ടാണ്. ആക്ച്വലി ഇത് കുട്ടികൾക്കൊക്കെ വളരെ ക്രിയേറ്റീവായിട്ടും നല്ല സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് പീസസ് വേണം. ഞാനിവിടെ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സിൻ്റെ കവറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതിപ്പോൾ ഒരു 17 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഒരു 10 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുമാണ് ഞാൻ ഓരോ പീസും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഓരോ പീസിൻ്റെയും ബ്രെഡ്ത്ത് വൈസ് ഒരു 9 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം മുകളിലേക്ക് ഒരു ടോംബിൻ്റെ ഷേപ്പിൽ, അതായത് ഡയഗണലി മിഡിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ വരച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ ബാക്കിയുള്ള 3 പീസസും കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത പീസസിൻ്റെ താഴത്തെ സ്പേസിൽ നമ്മൾ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ് അടിച്ചു കൊടുക്കുകയാണ്. ഇനി മുകളിൽ ടോംബിൻ്റെ ഭാഗത്ത് നമ്മൾ ബ്രൗൺ കളറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിന് ശേഷം ഇനി നമ്മൾ വൈറ്റ് കളർ അടിച്ച ഭാഗത്ത് നമ്മൾ റഫായിട്ട് പെൻസിൽ വെച്ചിട്ട് ഡോറും വിൻഡോസൊക്കെ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വരച്ചതിൻ്റെ മുകളിലൂടെ നമ്മൾ ബ്ലാക്ക് മാർക്കർ പെൻ വെച്ചിട്ട് റീഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ബാക്കി 3 പീസസിലും വരച്ചു കൊടുക്കേണ്ടത്. ഇതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡോറിലും വിൻഡോയുടെ സൈഡിലും നമ്മൾ ബ്രൗൺ കളർ പെയിൻറ് അടിച്ചു കൊടുക്കുവാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഡോറിൻ്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമ്മൾ ട്രീൻ്റെ ബ്രാഞ്ചസ് ചെറുതായിട്ട് വരച്ചു കൊടുക്കുവാണ്. ഇനി ഈ ബ്രാഞ്ചസിലേക്ക് നമ്മൾ കുറച്ച് ലീവ്സ് വരച്ചു കൊടുക്കുവാണ്. ഒപ്പം തന്നെ നമ്മൾ താഴത്തെ ഒരു സ്പേസിൽ കുറച്ച് ഗ്രാസസും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ വരച്ചിരിക്കുന്ന വിൻഡോസിൽ കുറച്ച് പ്ലാന്റ്സ് ഹാങ് ചെയ്യുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ ഒരു സെയിം രീതിയിൽ തന്നെ മുകളിലെ വിൻഡോസിലും പ്ലാന്റ്സ് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റെഡ് കളർ പെയിൻറ്റ് ജസ്റ്റ് ഈ പ്ലാന്റ്സ് വരച്ചിരിക്കുന്ന അതിൻ്റെ ഇടയിലൂടെ ജസ്റ്റ് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലവേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത് ഡോട്ട് പെയിൻറ്റിംഗ് ആണ്. ഞാൻ പെൻസിലിൻ്റെ ടിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ടോംബിൽ ജസ്റ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡോട്ട് പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുവാണ്. ഓരോ പീസിലും ഓരോ ഡിഫറെൻറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോട്ട് പെയിൻറ്റിങ് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഓരോ ടോംബും നമ്മൾ ഡോട്ട് പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം ഇനി നെക്സ്റ്റ് നമുക്ക് ആവശ്യം 4 സർക്കിൾ സൈസിലെ കാർഡ്ബോർഡ് പീസസ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബാങ്കിൾ എടുത്തിട്ടുണ്ട്. ആ ബാങ്കിളിൻ്റെ സൈസിൽ നമ്മൾ കാർഡ്ബോർഡിൽ ജസ്റ്റ് സർക്കിൾ വരച്ചു കൊടുക്കുവാണ്. എന്നിട്ട് അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ റൗണ്ട് പീസിലും ഒരു ഫ്ലോറൽ ഡിസൈൻ പോലെ ഈ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുവാണ്. ഈ ഗ്രീൻ കളറിൻ്റെ ഇടയിലേക്ക് റെഡ് കളറിൽ നമ്മൾ കുറച്ച് ഫ്ലവറിൻ്റെ ഡിസൈൻ വരച്ചു കൊടുക്കുവാണ്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ റൗണ്ട് പീസസും ഡിസൈൻ ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ മിഡിലേക്ക് നമ്മൾ കുറച്ച് വേർഡിങ്സ് എഴുതി കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ലവ്, ലിവ്, ലാഫ്, ക്രിയേറ്റ് എന്നാണ് വേർഡ്സ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള വേർഡ്സൊക്കെ എഴുതി കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹൗസിൻ്റെ ടോംബിൻ്റെ മിഡിലായിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം ജൂട്ടിൻ്റെ ത്രെഡ് അതിലേക്ക് കോർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മളിവിടെ വുഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ആ ബീഡ്സ് ഈ ഒരു രീതിയിൽ കോർത്ത് കൊടുക്കുവാണ്. ഇവിടെ 2 വുഡൻ ബീഡ്സ് കോർക്കുന്നുണ്ട്. ഇനി താഴെ മിഡിലായിട്ട് വീണ്ടും ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഇതേപോലെ തന്നെ ജൂട്ടിൻ്റെ ത്രെഡ് കോർത്തിട്ട് നമ്മൾ ചെറിയൊരു വുഡൻ ബീഡ് കോർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൗണ്ട് പീസ് എടുത്തിട്ട് അതിലും നമ്മൾ താഴെ മുകളിലായിട്ട് ഓരോ ഹോള് ഇട്ടതിന് ശേഷം നമ്മൾ മുകളിൽ നമ്മൾ ആദ്യം കോർത്ത് വെച്ച് ബീഡ് കോർത്ത് വെച്ചിരിക്കുന്ന ആ ഭാഗം ഈ മുകളിലത്തെ റൗണ്ടിൻ്റെ ഹോളിലേക്ക് കോർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഈ റൗണ്ട് പീസിൻ്റെ താഴത്തെ ഹോളിൽ നമ്മൾ 3 പീസ് ജൂട്ടിൻ്റെ ത്രെഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഓരോ ത്രെഡിലും നമ്മൾ ഓരോ വുഡൻ ബീഡ് കോർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അറ്റം കെട്ടി കൊടുക്കണം.
ഇങ്ങനെ 3 പീസസും കെട്ടിയതിന് ശേഷം നമ്മളുടെ ഈ ത്രെഡിൻ്റെ ഒരറ്റമായ നമ്മുടെ റൗണ്ട് പീസിലേക്ക് കോർത്തിരിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ ഈ റൗണ്ട് പീസിൻ്റെ ബാക്കിലായിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഈ ത്രെഡ് ആ പീസിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മുടെ വാൾ ഹാങ്ങിങ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് തന്നെയാണ്. ഇപ്പോൾ വെക്കേഷൻസൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങളുടെ റൂം നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഈ ഒരു വാൾ ഡെക്കർ വെച്ചിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി ക്രാഫ്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ ബൈ ഫ്രം JhillMill. താങ്ക് യു.